ഹായ്, എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം. ഇപ്പൊ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് CTET-ന്റെ അടുത്ത നോട്ടിഫിക്കേഷൻ, അതായത് 2025-ന്റെ നോട്ടിഫിക്കേഷൻ എപ്പോഴാണ് വരുന്നത് എന്ന്. അപ്പോൾ തീർച്ചയായിട്ടും 2025-ന്റെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് മാർച്ചിലോ ഏപ്രിലോ നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. ഈ മാസം അല്ലെങ്കിൽ മാർച്ചിലോ ഏപ്രിലോ ആയിട്ട് CTET-ന്റെ നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 2024 കഴിഞ്ഞ എക്സാം നോക്കുകയാണെങ്കിൽ ഒക്ടോബറിലാണ്, അല്ലെ, 2024 ഒക്ടോബറിലാണ് നോട്ടിഫിക്കേഷൻ വന്നത്. നോട്ടിഫിക്കേഷൻ വന്ന് 2 മാസത്തിനുള്ളിൽ തന്നെ എക്സാം നടക്കുകയും ചെയ്തു. അതായത് 2 മാസത്തെ ഗ്യാപ്പേ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് കിട്ടിയുള്ളൂ. പിന്നീട് ഡിസംബറിൽ എക്സാം നടന്നു, ജാനുവരിയിൽ അതിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത CTET എക്സാം നമുക്ക് മാർച്ചിലോ ഏപ്രിലോ ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. എക്സാം നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞ് കൂടിപ്പോയാൽ 2 മാസത്തിനുള്ളിൽ തന്നെ നമ്മുടെ എക്സാമും വരും. അതായത് മെയ്, ജൂൺ, ജൂലൈ ആ ഒരു മാസം, ജൂൺ ജൂലൈ മാസത്തിനുള്ളിൽ തന്നെ നമ്മുടെ എക്സാം നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെയുള്ള സമയം എന്ന് പറയുന്നത്, അതായത് നോട്ടിഫിക്കേഷൻ വന്ന് ഏകദേശം 2 മാസം മാത്രമേ നമുക്ക് എന്തിനു കിട്ടുകയുള്ളൂ, എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ കിട്ടുകയുള്ളൂ. പക്ഷേ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നിങ്ങൾ ഇപ്പോഴേ എന്ത് ചെയ്യണം, പഠിച്ചു തുടങ്ങണം. അങ്ങനെ പഠിച്ചു തുടങ്ങിയാൽ മാത്രമേ നമുക്ക് ആ CTET എന്ന് പറയുന്ന ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും ഒരു അധ്യാപക ജോലി ആഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് നേടിയെടുക്കേണ്ട കുറച്ച് ക്വാളിഫിക്കേഷനുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിഫിക്കേഷൻ തന്നെയാണ് CTET എന്ന് പറയുന്നത്. സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന അധ്യാപക നിയമനങ്ങളിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും CTET എന്ന് പറയുന്നത് ഒരു അനിവാര്യമായിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ തന്നെയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ എക്സാമുകൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാം CTET-ന്റെ ലെവലിൽ മാറ്റം വരുന്നുണ്ട്, അല്ലെ? ഓരോ എക്സാം കഴിയുമ്പോഴും അവർ CTET എന്ന് പറയുന്ന എക്സാം കുറച്ച് ടഫ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സയൻസിലേക്ക് വരുവാണെങ്കിൽ അതിന്റെ കൺസെപ്റ്റുകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യങ്ങളാണ് ഈ കഴിഞ്ഞ CTET എക്സാമുകളിലും ചോദിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു നല്ല രീതിയിലുള്ള ഒരു പ്രിപ്പറേഷൻ, നല്ല രീതിയിലുള്ള ഒരു തയ്യാറെടുപ്പ് ഇനി വരാൻ പോകുന്ന CTET എക്സാമിന് കൊടുത്തില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പൊ നല്ല രീതിയിൽ പഠിക്കുക അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഇനി നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മുടെ ടൈം ടേബിൾ ബേസ് ചെയ്തുള്ള ക്ലാസ്സുകളാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ടൈം ടേബിൾ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താം. നമ്മുടെ ടൈം ടേബിൾ ഇങ്ങനെയാണ്. ഇപ്പൊ ആദ്യത്തെ ഒരു 5 ദിവസത്തെ ടൈം ടേബിൾ ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, നമ്മൾ Day 1, Day 2, Day 3, Day 4, Day 5, അതുപോലെ Day 6, Day 7 ആകുമ്പോൾ നിങ്ങൾക്ക് ഈ പഠിച്ച കാര്യങ്ങളുടെ ഒരു റിവിഷൻ ഉണ്ടാവും. റിവിഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ദിവസം നമുക്ക് റിവിഷന് വേണ്ടി, അതേപോലെ ഈ പഠിച്ച കാര്യങ്ങളുടെ എക്സാമും അറ്റൻഡ് ചെയ്യുന്ന ഡേ ആണ് റിവിഷൻ ഡേ എന്ന് പറയുന്നത്. കണ്ടോ, നമ്മൾ Day 1 ഓരോ ടോപ്പിക്കുകൾ, ഇപ്പോൾ ചൈൽഡ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, സയൻസിലാണെങ്കിൽ ഫുഡ് എന്ന് പറയുന്ന ടോപ്പിക്കിനവിടെ പഠിക്കുന്നു. മാത്സ് NCERT ക്ലാസ് 7 എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ അവിടെ പഠിച്ചു തീർക്കുകയാണ്. അത് കഴിഞ്ഞ് Day 1 പഠിക്കാനുള്ള ടോപ്പിക്കുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. അടുത്ത Day 2 പോകുന്നു. Day 2 ബാക്കി വരുന്ന പാർട്ടുകൾ, അതിൻ്റെ തന്നെ ബാക്കി വരുന്ന പാർട്ടുകൾ നമ്മൾ അവിടെ പഠിച്ചു തീർക്കുന്നു. Day 3 വരുമ്പോൾ അവിടെയും ചൈൽഡ് ഡെവലപ്മെന്റ്, ഹെറിഡിറ്റി, എൻവയോൺമെന്റ് ആ കൺസെപ്റ്റിലേക്ക് പോകുന്നു. സയൻസിലെ ക്ലീനിങ് ഓഫ് ഫുഡ് എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് പോകുന്നു. മാത്സ് പെരിമീറ്റർ ആൻഡ് ഏരിയ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് നമ്മൾ പഠിച്ചു തീർക്കുന്നു. അങ്ങനെ ഓരോ ദിവസവും നിങ്ങൾക്ക് ഓരോ ടാസ്കുകളായിട്ടാണ് തരുന്നത്, അല്ലെ? ഓരോ ഡേ ടൈം ടേബിൾ, ഓരോ ദിവസം ഓരോ ടാസ്കുകളായിട്ടാണ് തരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ ടാസ്കും കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. Day 1, Day 2, Day 3, Day 4, Day 5, Day 6, Day 7 ആകുമ്പോൾ നമ്മുടെ ഒരാഴ്ചത്തെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുകയും നിങ്ങൾക്ക് അതിൽ റിവിഷൻ ഡേ ആയിട്ട് തരുന്നു. കാരണം ഈ പറഞ്ഞ ഡേയ്സിൽ ഏതെങ്കിലും നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാനുള്ള ഡേ ആണ് Day 7 എന്ന് പറയുന്നത്. അത് മാത്രമല്ല അവിടെ എന്തും ചെയ്യുന്നുണ്ട്, ഒരു റിവിഷൻ എക്സാം നടത്തുകയും ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ Day 7 ഒരു റിവിഷൻ എക്സാം നടത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലൊരു ടൈം ടേബിൾ ബേസ് ചെയ്ത് പഠിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എങ്കിൽ മാത്രമേ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് സിലബസ് കവറപ്പ് ചെയ്യാനും കൃത്യമായിട്ട് റിവിഷൻ നടത്താനും കൃത്യമായിട്ട് എക്സാമുകൾ അറ്റൻഡ് ചെയ്ത് മുന്നോട്ട് പോകാനും സാധിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് പഠിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ടൈം ടേബിൾ ബേസ് ചെയ്തുള്ള പഠനത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ CTET നോട്ടിഫിക്കേഷൻ എന്തായാലും നമുക്ക് ഉടൻ തന്നെ പ്രതീക്ഷിക്കാം. ഇനിയുള്ളത്
നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യേണ്ട ടൈമാണ്. ഒരു ടൈം ടേബിൾ ബേസ് ചെയ്ത് നല്ല രീതിയിലുള്ള ഒരു പ്രിപ്പറേഷൻ ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ഏറ്റവും പുതിയൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ CTET-ന്റെ ഒരു പുതിയൊരു ബാച്ച്, ടൈം ടേബിൾ ബേസ് ചെയ്തുള്ള പുതിയൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.